സുഹൃത്തുക്കളെ, ഇതാ ഇതാ വന്നെത്തിയിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം നാട്ടിൽ സ്വർഗതുല്യമായൊരു റെസ്റ്റോറന്റ് ചിങ്കാരി. മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും വരാം, കടന്നു വരാം. ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാം. യാതൊരു വിലയും നൽകാതെ മതിവരുവോളം ഭക്ഷണം. ലോകോത്തര രുചികളുടെ പുത്തൻ സാമ്രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, ഇവിടെ ഭക്ഷണത്തിന് നിങ്ങളുടെ പക്കൽ നിന്നും യാതൊരു വിലയും ഈടാക്കുന്നതല്ല. ഇതാ നിങ്ങൾക്കായി തുറന്നു വയ്ക്കുന്നു ഈ അക്ഷയപാത്രം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. നമസ്കാരം, സ്വാഗതം. വരൂ. നിങ്ങളിപ്പോൾ ഈ നാട്ടിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറന്റിലാണ് സർ. സർ, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് സാറിന് അറിയാം. സർ, ഇവിടെ നിന്ന് കഴിക്കുന്ന ഏത് തരം ഫുഡും ഫ്രീയാണ് സർ. സത്യമാണോ നിങ്ങൾ പറയുന്നത്? സത്യമാണ് സാർ ഞാൻ പറയുന്നത്. ഒരു കാശും വേണ്ട സാർ. സാർ, നിങ്ങൾ ഇത്രയേ ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ ഓർഡർ ചെയ്യും. ഞങ്ങളത് നിങ്ങളുടെ കൺവട്ടത്ത് വെച്ച് തന്നെ പാചകം ചെയ്ത് നിങ്ങൾക്കായി വിളമ്പി തരും സാർ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഇങ്ങനെ മേലേക്ക് പോകുമ്പോ ഒരു കാശും തരാണ്ട് നിങ്ങൾ ഭക്ഷണം തരും? ഒരു കാശും വേണ്ട സാർ. അച്ഛനെയും കൂടെ വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു വിശ്വസിക്കാൻ പറ്റില്ല സാർ. ചില യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് സാർ. ഇതാ നോക്കൂ, ഇതാണ് ഞങ്ങളുടെ മെനു. നോക്കിയാൽ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ സാർ. പറഞ്ഞോളൂ. എനിക്കിത് വായിക്കാറില്ല. കുഴപ്പമില്ല സാർ. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ എല്ലാം ഉണ്ട് സാർ. എന്തും എന്ത് വേണം. സൗത്ത് ഇന്ത്യൻ, അങ്ങ് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനി, കാശ്മീരി, പഞ്ചാബി, ഹിന്ദുസ്ഥാനി, ഇന്തോനേഷ്യ, ജപ്പാൻ, ഇറ്റലി, ഓസ്ട്രേലിയ, അന്റാർട്ടിക്, പസഫിക്, ആർട്ടിക്, അങ്ങ് തെക്കേ അമേരിക്ക, അങ്ങ് വടക്കേ അമേരിക്ക എന്ന് വേണ്ട സകലമാന ഭക്ഷണങ്ങളും ഞങ്ങൾ ഇവിടെ പാചകം ചെയ്ത് തരും സാർ. ആണോ? വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടെ സാർ എന്ത് വേണം? 7 കോഴ്സ്, 5 കോഴ്സ്, പുലാവ്, റൊട്ടി, ചപ്പാത്തി, ബിരിയാണി, ചിക്കൻ 65, ചിക്കൻ 95, ചിക്കൻ 85 എന്ന് വേണ്ട സകലമാനതുമുണ്ട് സാർ. സാർ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഫുഡും ഫ്രീയാണ്. ഇതെന്താ സാർ? ഇതാണ് ഞങ്ങളുടെ ചിങ്കാരി സ്പെഷ്യൽ ചപ്പാത്തി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ തന്തൂരി ചില്ലി ചിക്കൻ, സാൾട്ട് മാംഗോ പിക്കിൾസ്, അതിന്റെ കൂടെ കാഷ്യൂ നട്ട്സ്, ബദാം,
പിസ്ത, മാഷ്മലൻ, സ്വീറ്റ് ബ്രെഡ് അങ്ങനെ എല്ലാം ഉണ്ട് സാർ. അതും ഫ്രീ ആണ്. ഫ്രീ ആണ് സാർ. എങ്കിൽ ചിങ്കാരി സ്പെഷ്യൽ എന്നെ കൊണ്ടുവന്നോളൂ. താങ്ക് യു സാർ. സാറിന്റെ പേരും വിലാസവും ഒന്ന് എഴുതി ഒപ്പിട്ടോളൂ. മതി മതി സാർ. പേരും വിലാസവും നിങ്ങൾ തന്നെ എഴുതിക്കോളൂ. ഞാൻ പറഞ്ഞു. പറഞ്ഞോളൂ സാർ. രാഘവൻ. രാഘവൻ മടത്തിപ്പറമ്പ്. മടത്തിപ്പറമ്പിൽ മതിലകം, മതിലകം, തൃശ്ശൂർ. കൃതിക്കാരനല്ലേ സാർ? മലയാളം എന്തൊക്കെയാണ്? താങ്ക് യു സർ. താങ്കൾക്കുള്ള ഭക്ഷണം ഉടൻ റെഡിയാവുന്നതായിരിക്കും. കഴിച്ചോളൂ സാർ. കഴിച്ചോളൂ. സാർ, സാർ, സാറിന് വേണ്ട ഭക്ഷണം വായിലോട്ട് ഇട്ടു തരണോ സാർ? അതിനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യപ്പെട്ടാൽ മാത്രം കസ്റ്റമറുടെ ഫുൾ ഫുഡ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളുടെ മോട്ടോ. അതുകൊണ്ട ഭക്ഷണം ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം. അതിന് ശീലം, അതെനിക്ക് ഇഷ്ടം. സാറിന്റെ ഇഷ്ടം സാർ. സാർ, സാറിന് ഇഷ്ടമുള്ള പാട്ട് വെച്ച് തരാം. ഏത് തരം പാട്ടുണ്ട് സാർ? കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, മൊസാർട്ട്, മദോയ്, നമ്മുടെ ഓൾഡ് സോങ്സ്, ന്യൂ ഫിലിം സോങ്സ്. സാർ, നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും സ്പെഷ്യൽ ആണ് സാർ. അതുകൊണ്ട് സാർ എനിക്ക് എന്തായാലും ഒന്നും അതില്ല.
പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കണം നിർബന്ധമില്ലല്ലോ. സാറിന്റെ ഇഷ്ടം പോലെ. സാർ സാർ സാറിന് വേണൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. എന്നെ കഴിക്കാൻ പറ്റ സാർ, പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും നാഥനായ തമ്പുരാനെ, എല്ലാറ്റിനും കാരണക്കാരനായ തിരുമേനിയെ നിന്നെ സ്തുതിക്കുന്നു. നിനക്ക് ആയിരമായിരം സ്തോത്രങ്ങൾ. ഈ ഇഷ്ടഭക്ഷണങ്ങൾ സമൃദ്ധമായി വിളമ്പി നിന്നെ വിശപ്പടക്കാൻ സഹായിക്കുന്ന നിനക്ക് സ്തോത്രം. ഈ ഭക്ഷണം ഒരുക്കി വിളമ്പിയ ചിങ്കാരി റെസ്റ്റോറന്റിന് സ്തുതി, ചിക്കൻ ചില്ലിക്കും സ്തുതി, സാൾട്ട് മാംഗോ പിക്കിൾസിന് സ്തുതി. കരുണാമയനായ പിതാവേ, ഈ ഭക്ഷണം നീ ദഹിപ്പിക്കണമേ, ഇപ്പൊ നിന്റെ നാമത്താൽ ദഹിപ്പിക്കണമേ, ശക്തവും ബലവുമാകണമേ. വാഴ്ത്തപ്പെട്ടവനെ, നീ അറിയാതെ ആരും ഒന്നൊന്നുമില്ല, വിളമ്പൊന്നുമില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇത് എവിടേക്കാ പോകാൻ? എന്തൊക്കെ ഇവിടെ പ്രൊഹിബിറ്റഡാണ്. ഇവിടുത്തെ സാമാന്യ മര്യാദകൾ പാലിച്ചേ പറ്റും. എന്ത്? അതെ സാർ, അകത്തേക്കുള്ളത് എന്തും ആവാം, പക്ഷെ പുറത്തേക്കുള്ളത് ഒന്നും അല്ല. പക്ഷേ എക്കൽ ഇവിടെ നിഷിദ്ധമാണ്. ഇതിവിടെ അനുവദിക്കുന്നില്ല. അനുവദിക്കില്ലല്ലോ. അതെ സാർ, ഇതിവിടെ നിയമലംഘനമാണ്. എന്ത് നിയമലംഘനം? സാർ, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. സാർ, സോറി സാർ, വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യും, പക്ഷേ അതിന് കാശ് നൽകണം. ഒരു ഗ്ലാസ് വെള്ളത്തിന് $5 എന്നതാണ് നിരക്ക്. ഇന്നത്തെ ഇന്ത്യൻ റേറ്റ് അനുസരിച്ച് ഒരു 200 രൂപയാകും സാർ. ഓൺലി 200 rupees. പിന്നെ അതിന്റെ കൂടെ സെസ്സും വാറ്റും എക്സ്ട്രാ ചാർജും സർവീസ് ചാർജും എല്ലാം കൂടി ഒരു 300 രൂപയാകും സാർ. ഓൺലി 300 rupees. നിങ്ങളെല്ലാം പറഞ്ഞത് അപ്പോ എല്ലാം ഫ്രീ ആണ്. അതെ സാർ, ഭക്ഷണം ഫ്രീ ആണ്. വെള്ളം അതിന് കാശ് നൽകണം സാർ. ഒരു ഗ്ലാസ് വെള്ളത്തിന് 300 രൂപയോ? സാർ, എനിക്ക് കുടിക്കണ്ട. എനിക്ക് കുടിക്കണ്ട. സാർ, സാർ, സാറിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കോള നിർത്താം സാർ. അത് ഫ്രീ ആണോ സാർ? എന്നാ കോള കൊണ്ടുവരൂ. സാർ, അത് ഫ്രീ ആണ്. സാർ, സോറി സാർ, കൈ വാഷ് ചെയ്യാനും ആദ്യം പേയ്മെന്റ് നടത്തണം സാർ. അകത്ത് കയറാൻ 200 രൂപ, അത് കഴിഞ്ഞുള്ള ഓരോ സെക്കൻഡിനും 50 രൂപ വെച്ച്, അതിന്റെ കൂടെ സെസ്സും പിന്നെ വാറ്റും. സാർ, സാർ, സോപ്പ് ഉപയോഗിക്കുന്നതിന് സർവീസ് ചാർജും കുരുക്കി തുപ്പുന്നതിന് എക്സ്ട്രാ ചാർജും ഉണ്ട് സാർ. നിങ്ങൾ എന്തൊക്കെ ഈ പറയും? അല്ല, ഇത് ഇവിടുത്തെ മര്യാദ. ഇതൊന്നും ശരിയുള്ള കാര്യമില്ല. സാർ, ഇത് വെള്ളരിക്കാൻ പറ്റണം. സാർ, ഇതാണ് ഇവിടുത്തെ ചട്ടം. എന്തുകൊണ്ട് ചട്ടം? ഒരേമക്കിടാൻ പാടില്ല, ഒരിക്കലിടാൻ പാടില്ല. കുടിക്കുന്ന വെള്ളത്തിനാണെങ്കിൽ ലോകത്തില്ലാത്ത കാശ്. കൈകൾ കാശ് ആവശ്യപ്പെടുന്നത് മര്യാദയുള്ള കാര്യം തന്റെ വിചാരം. സാർ, നിങ്ങൾ ഞങ്ങളുടെ കണ്ടീഷനെല്ലാം അംഗീകരിച്ചതല്ലേ? എല്ലാം കഴിഞ്ഞ്
വിരലടയാളം വരെ ഇട്ടു തന്നതല്ലേ? ഇനിയിപ്പോ കരാറ് ലംഘിച്ചാൽ അറിയാലോ. എന്ത് കരാർ? അത് ലംഘിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ കോടതിയായി, കേസായി, ജയിലായി. അത് വേണോ സാർ? നിങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. ഇതൊരു വല്ലാത്ത ദുരിതമാണല്ലോ ചിങ്കാരി. ഈ കയ്യല്ലേ ഇത് കഴുകിയില്ലെങ്കിലും വേണ്ടില്ല. ഔ. ഓ. അകത്ത് കടക്കാനും കാശ് വേണോ? അവിടെ സമാധാനം തരില്ലേ? സാർ, ഇവിടെ അങ്ങനെയാണ് സാർ. ഉപയോഗിക്കുന്ന വള്ളത്തിനും ഒഴിഞ്ഞു പോകുന്ന വിസർജനത്തിനും കാശ് വേണം. അകത്ത് കടക്കാൻ 10,000, അത് കഴിഞ്ഞുള്ള ഓരോ സെക്കൻഡിനും 200 രൂപ വെച്ച്. സാർ, അതിന്റെ കൂടെ സാനിറ്ററി ചാർജും എക്സ്ട്രാ ചാർജും പിന്നെ സെസ്സും വാറ്റും. അങ്ങനെ പറയരുത്. എന്നെ പോകാൻ അനുവദിക്കണം. പണമില്ലാതെ പറ്റില്ല സാർ. നിയന്ത്രിക്കാൻ പറ്റാത്തോണ്ടാ. ഓക്കേ സാർ. ഞാൻ ആരുടെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവിടെ നീതി നിയമമില്ലേ? സാർ, ഉണ്ട് സാർ. നീതി ഉണ്ട് സാർ. നിയമം ഉണ്ട് സാർ. സാർ, സാർ. നിയമപരമായ ഉപദേശം തരാൻ വക്കീലുണ്ട് സാർ. ആ സേവനം തികച്ചും ഫ്രീയാണ്. വക്കീലിനെ വിളിക്കണം. സാർ, ഞാൻ എന്ത് സേവനമാണ് താങ്കൾക്ക് വേണ്ടി ഫ്രീ ആയി ചെയ്യേണ്ടത്? നിങ്ങൾ ഈ സ്റ്റോക്കാർ പറയണത് കേട്ടില്ലേ? എന്താണ് സാർ പ്രശ്നം? എനിക്ക് ടോയ്ലറ്റിൽ പോണത് വളരെ മോശം സ്ഥിതിയാണ്. ഇതാണോ സാർ വലിയ പ്രശ്നം? കാശില്ലാതെ ഫ്രീ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചു മാറി. അതെ, ഫുഡ് ഫ്രീ ആണ്. പക്ഷേ വെള്ളത്തിന് വില നൽകിയേ പറ്റൂ. പിന്നെ ടോയ്ലറ്റിൽ പോകാൻ അതിനും പണം നൽകിയേ പറ്റൂ. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി ഉപദേശം തരാം. ഞങ്ങൾ നിങ്ങളുടെ പേരിൽ കുറച്ച് സ്റ്റാമ്പ് പേപ്പറുകൾ തരാം. തികച്ചും ഫ്രീ ആണ് കേട്ടോ. ഇതിന് നിങ്ങൾ ഒരു കാശും തരേണ്ടതില്ല. നിങ്ങൾ വെറുതെ അതിലൊന്ന് ഒപ്പിട്ട് തന്നാ മതി. ആ, വിരലടയാളാണ്. ഓക്കേ? നിങ്ങളുടെ മേൽവിലാസം ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങളുടെ പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ 5 സെന്റ് പുരയിടം ഞങ്ങളുടേതായി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോ സ്വത്തില്ലായിരുന്നില്ല. മണ്ടൻ. എടോ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം തരാൻ ഞങ്ങൾക്ക് എന്താ ബിസിനസ് അറിയില്ലെന്ന് കരുതിയോ? നോക്ക്, പ്രലോഭനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ് തന്ത്രം. അതെ,